ഇല്ലേ മനുഷ്യ? നമ്മള് സമ്പാദിച്ചത് ഞങ്ങളെ പുരക്കാർക്ക് ചെലവഴിക്കാതെ പിന്നെ ആർക്ക് ചെലവഴിക്കാനാ? എല്ലാവർക്കും കൊടുക്കണം. പുറത്തുള്ളവർക്ക് മാത്രം കൊടുത്തിട്ട് പുരക്കാർക്കൊന്നും ചെലവഴിക്കാൻ ഓനെ കിട്ടൂല എന്നെങ്കിൽ ഓനെ എന്തിന് പറ്റും? അങ്ങനല്ല, അമ്മക്ക് ചെലവഴിക്കണം, ബാപ്പക്ക് ചെലവഴിക്കണം, ഭാര്യക്കും മക്കൾക്കും ചെലവഴിക്കണം. ഞാൻ എന്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ പാവം ഓളങ്ങനെ പറയേയില്ല ഇന്നത് വേണം, പക്ഷെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാതിരിക്കൂല. കാരണം അത് അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളെ പോലെ തന്നെ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ? അവരെന്തെങ്കിലും നല്ലത് ചോദിച്ചാൽ അപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ആളുകളല്ലേ? ഒന്ന് അങ്ങോട്ട് തിരിക്ക് ഈ ക്യാമറ. ഓർക്ക് സ്ക്രീൻ ഉണ്ടാ? അപ്പൊ ഇവിടെ മാപ്പിള തലാട്ടുന്ന കാണും. എമ്മോ ഇയാള് തല ആട്ടല് നോക്കൂല. ഇയാൾ അമ്പട്ടെ കൊണ്ടു, അമ്പട്ടെ. അതാ ഓക്ക് മനസ്സിലായി ഓന്റെ ബാപ്പാന്റെ ബുദ്ധി. അമ്പട്ടയുടെ കൊറണ്ട് എന്നാ പറയാ അല്ലേ? നമ്മളെ അതിലൊരു ലുബ്ധത കാണിക്കാൻ പാടില്ല. കൊടുക്കണം. സമ്പാദിച്ചിട്ട് കെട്ടിവെച്ചിട്ട് എന്താക്കാനാണ്? അതിനെ ആസ്വദിക്കാൻ ഇവിടെ ആരും ഉണ്ടാവൂല. എത്ര ആയുസ് വരെ ജീവിക്കുന്ന? എന്താ അതും എടുത്തു, ഇതും എടുത്തു, എല്ലാം എടുത്തു. ഓനോടിങ്ങനെ കുയിങ്കനെ പോലെ ഉണ്ട്. ആ പറ്റൂല. അടിച്ചു പൊളിക്കടാ. കയ്യിലുള്ളതൊക്കെ നന്നായി ചെലവഴിക്കും, കുടുംബത്തിന് ചെലവഴിക്കും, ആവശ്യമുള്ളവർക്ക് ചെലവഴിക്കും. എത്ര കാലം ഇവിടെ ജീവിക്കുമെന്നറിയില്ല. മനുഷ്യൻ നിന്ന നൃത്തത്തിൽ നിന്ന് താഴോട്ട് നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്ന കാലമാണെന്ന്. എത്ര കാലം ജീവിക്കുമെന്ന് ഉറപ്പില്ല. അള്ളാഹു ഞങ്ങൾക്കൊക്കെ നെറ്റിത്തടുക്കത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാനരബർക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സ്നേഹജനങ്ങൾക്കും കടപ്പാടുള്ളവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. എന്താ ഞാൻ പറഞ്ഞ? കുറെ ചിരിച്ചിട്ടിരിക്കാൻ കുറെ കൊസിയാന്നല്ലേ? ഭയങ്കര കൊസി. എന്താ ഞാൻ പറഞ്ഞു പറയും? മീന്റെ കറി അല്ലേ? ഇറച്ചിന്റെ കറിയും മീൻ്റെ കറിയും പച്ചക്കറിയും ഇത് പറയുമ്പോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. അതാണ് എന്താ പറയാ പല നിസ്കാരം. അത് കാര്യം. അതാ നല്ല വാപ്പ. അള്ളാഹു ബർക്കത്ത്. ആരപ്പാ നിസ്കാരം എന്ന് പറഞ്ഞേ? ഒന്ന് കൈ. മാഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. നിസ്കാരത്തിന്റെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്തറിയോ? മനഃപൂർവ്വം പറഞ്ഞതാ എനിക്കറിയില്ല കേട്ടോ. എന്താ വീട്ടില് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയതിന്റെ ശബ്ദം കേട്ടാൽ ഭാര്യനോട് ശകാരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഇന്ന്. ചിലപ്പോ അതാ ഞാൻ പറഞ്ഞ വീട്ടിൽ ഗ്ലാസ് പൊട്ടുന്നതും അറിയില്ല, ഒന്നും അറിയില്ല. എന്താ കാരണം? പണ്ട് നാവുമ്പോ ആണുങ്ങളാണ് വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുവരൽ. ഭാര്യ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരും, ഭർത്താക്കന്മാർ കൊണ്ടുവരും. ഇന്ന് ഭർത്താവിനെ നേരല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഗൂഗിൾ പേ ഭാര്യക്ക് ഉണ്ടാക്കി കൊടുക്കും, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഗൂഗിൾ പേ, ഫോൺ പേ, എന്ത് വേണോ ഒക്കെ ഇന്ന് ഓർഡർ ചെയ്യുന്ന കാലാണ്. ഓർഡർ ചെയ്യും. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാലോ. ഓൺലൈൻ പർച്ചേസിംഗ് വീട്ടിലേക്ക് വരും. ഓമന്നിന്റെ വീട്ടിൽ ഓരോ സാധനം നോക്കുമ്പോഴാണ് ഇതിപ്പോ എവിടുന്ന് വന്ന് ഇന്നലെ അത് ഓൺലൈനിൽ എത്തിച്ചതാ, ഓർഡർ ചെയ്തതാ. അങ്ങനെയാണ്, ഓർഡറിന്റെ കാലാണ്. അതുകൊണ്ട് തന്നെ ഭാര്യമാര് അവർക്ക് വേണ്ട രൂപത്തിൽ അവർ ഓർഡർ ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മഹാന്മാര് പറഞ്ഞു, നിന്റെ ഭാര്യന്റെ കയ്യിൽ നിന്ന്, അതാ മഹാന്മാർ പറഞ്ഞത്, ഇന്നലി കുല്ലി ശൈഇൻ അജലൻ. ഓരോന്നിനൊരു ടൈമുണ്ട്. ഒക്കെ അല്ലേ? മനുഷ്യന്റെ ടൈം തീരുന്ന ഒരു സമയമുണ്ട്, മൃഗത്തിന്റെ ടൈം തീരുന്ന ഒരു സമയമുണ്ട്, ഗ്ലാസിന്റെ ആയുസ് തീരുന്ന ഒരു സമയമുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല മറ്റുള്ളതിനും ആയുസ്, ആ ആയുസ് തീരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ മനുഷ്യ ഫലാ തദ്രിബു ഇമാഅകും അലാ കസരി ഇനാഇകും. നിങ്ങളെ പ്ലേറ്റ് പൊട്ടിയതിന്റെ പേരിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ അടിക്കരുത് കേട്ടോ. നിങ്ങളെ വീട്ടിലെ പ്ലേറ്റ് പൊളിഞ്ഞതിന്റെ പേരിൽ, ഗ്ലാസ് പൊട്ടിയതിന്റെ പേരിൽ നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ അടിക്കരുത്. ആ ഭാര്യമാരെ ചീത്ത പറയരുത്. ആ ഭാര്യമാരെ മനസ്സ് വേദനിപ്പിക്കരുത്. എന്തേ കാരണമെന്നറിയുമോ? ഇന്നലി കുല്ലി ശൈഇൻ അജലാ. ഓരോ വസ്തുവിനും അവധിയുണ്ട്. ആ പ്ലേറ്റ് നിലത്ത് വീണങ്ങ് ഉടഞ്ഞാൽ, ആ പ്ലേറ്റ് നിലത്ത് വീണങ്ങ് പൊട്ടിയാൽ, ഗ്ലാസ് നിലത്ത് വീണങ്ങ് പൊട്ടിയാൽ അതിന് കാരണം ഭാര്യയല്ല, മറിച്ച് അതിന്റെ അവധി തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ വീട്ടിലെ ആ പാത്രത്തിന്റെ ഉപയോഗം ഇന്ന് വരെ മാത്രമാകണോ എന്നാണ് റബ്ബിന്റെ തീരുമാനം. അതോടുകൂടെ ആ അവധി അങ്ങ് തീർന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് കരുതിയിട്ട് എല്ലാ
ദിവസവും പ്ലേറ്റ് പൊട്ടിക്കാൻ പാടില്ല ഉമ്മമാരെ, എല്ലാ ദിവസവും ഗ്ലാസ് പൊട്ടിക്കാൻ പാടില്ല. അത് കാരണം ഉസ്താദിന്റെ വാല് കേട്ടല്ലോ, നിങ്ങൾ അതിന്റെ അവധി തീർന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അവധി സ്വന്തം തീർന്നാ മതി, ഞങ്ങൾ തീർക്കാൻ നോക്കണ്ട. ഓരോന്നിന്റെയും സ്വന്തം അവധി തീർന്നാ മതി, ഞങ്ങളത് തീർക്കാൻ നോക്കണ്ട. ഓ സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഏത് പ്രയാസങ്ങളും ജീവിതത്തിൽ വരുന്നത് എപ്പോഴാണ്? ഇബാദത്തുകൾ കുറയുമ്പോഴാണ്, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ, നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ നിസ്കാരത്തിന് വലിയ ഒരു കഴിവുണ്ട്. വേറെ ഒന്നിനുമില്ലാത്ത വലിയ ഒരു പവറാണ് നിസ്കാരത്തിനുള്ളത്. എന്റെ നിസ്കാരം ആ കഴിവുള്ള നിസ്കാരമാകണോ? നിങ്ങളെ നിസ്കാരം അതുപോലെ കഴിവുള്ള നിസ്കാരമാകണോ? എന്താണ് നിസ്കാരത്തിനുള്ള കഴിവെന്നാണല്ലോ. അതേ, അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്തിൽ ഖംസ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. അതിനേക്കാൾ വലിയ മഹത്വം ഏതാണ് വേറെയുള്ളത്? ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ മഹത്വം ഏതാണ്? ഓ ചെറുപ്പക്കാരാ, ഗൗജിയുള്ള സ്ഥലത്ത് പോയി നിൽക്കലല്ല, പൊടികെട്ടല് മാത്രമല്ല, പൊടി താഴ്ത്തല് മാത്രമല്ല, കറങ്ങി നടക്കല് മാത്രമല്ല, ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ ഏതാണ്? കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, ഈമാനുള്ള ചെറുപ്പക്കാര്, ഇമാമ് ജമാഅത്തായി നിസ്കരിക്കലാണ് ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ മഹത്വം. ഈ ചെറുപ്പക്കാരന്റെ മഹത്വം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആ സ്വഭാവമുള്ള എത്ര ചെറുപ്പക്കാരാണ് വാദിന്റെ സദസ്സിലുള്ളത്? ഞാനിത് ചോദിച്ചത് കൊണ്ട് നിങ്ങൾ ആരും എണീറ്റ് പോകേണ്ടതില്ല. വാദ് കേൾക്കുന്നത് എന്തിനാണ്? വാദ് പറയുന്നത് എന്തിനാണ്? വാദ് പറയുന്ന മുസ്ലിയാരും പറയുന്ന വാദ് കൊണ്ട് നന്നാകണോ? വാദ് കേൾക്കുന്നവനും കേൾക്കുന്നത് കൊണ്ട് നല്ലാകണോ? അല്ലാതെ ഗൗജിക്കല്ലല്ലോ, ആവേശത്തിനല്ലല്ലോ. ഞാനടക്കമുള്ള ഓരോ ചെറുപ്പക്കാരനും ചിന്തിക്കണോ? എന്താണ് ചിന്തിക്കേണ്ടത്? ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം, അത് ജമാഅത്തായി നിസ്കരിക്കാൻ എന്നെ കിട്ടുന്നുണ്ടോ? 5 നേരത്തെ ജമാഅത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ എന്നെ കിട്ടുന്നുണ്ടോ? ഇന്നത്തെ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച എത്ര ചെറുപ്പക്കാരാണ് നമുക്കിടയിലുള്ളത്? അതുപോലെ ളുഹറും അസ്റും മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച എത്ര ചെറുപ്പക്കാരാണ് നമുക്കിടയിലുള്ളത്? രക്ഷിതാക്കളെ, എന്റെ മക്കൾ അതുപോലെയുള്ള മക്കളാകണോ? മക്കൾ എങ്ങനെയുള്ള മക്കളാകണമെന്നാ പറയണേ? 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മോനാകണം എന്നാണ് ബാപ്പയും ഉമ്മയും ആഗ്രഹിക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ പള്ളിയിലേക്ക് ഓടിയെത്തുന്ന മോനാകണം. ഇന്നും കാണുന്നില്ല, എത്ര ചെറുപ്പക്കാരെ കാണുന്നുണ്ട്? ബാങ്കിന്റെ വിളി കേട്ടാൽ ഓടി പള്ളിയിലേക്ക് വരും, ഉളുവെടുത്ത് ജമാഅത്തായി നിസ്കരിക്കും. എന്താ കാരണം? അവന്റെ ബാപ്പയും അവന്റെ ഉമ്മയും അങ്ങനെ അവനെ വളർത്തിയിട്ടുണ്ട്. ഇന്നോ പൊതു നോക്കാൻ മോൾക്കൊരു പുതിയാപ്പിളന്റെ പൊതു നോക്കാൻ വന്നപ്പോ കൊതുവല്ല, പൊതു തന്നെ. പൊതു നോക്കാൻ വന്നതാണ്. ഞാനിപ്പോ നിങ്ങൾ ഉറക്ക തൂങ്ങാതിരിക്കാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡോസ് തരുന്നു എന്ന് മാത്രം. കാര്യങ്ങൾ അതിലൂടെ ഒരുപാട് ചിന്തിക്കണം അല്ലേ? ചില ചെറുപ്പക്കാരൊക്കെ പള്ളിയുടെ ബാങ്ക് വിളി കേട്ടാൽ ഓടി വരും. എന്താ കാരണം? അവന്റെ ഉമ്മയും അവന്റെ ബാപ്പയും കുട്ടിക്കാലത്ത് പള്ളിയുടെ ബാങ്ക് കേട്ടപ്പോ അവനെ ഓടിച്ചതാ. അതവൻ ശീലിച്ചു, വലുതാകുമ്പോഴും ശീലിച്ചു വന്നു. ഇന്ന് പള്ളിയുടെ ബാങ്ക് വിളി കേട്ടാ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവൻ പള്ളിയിലേക്ക് ഓടിപ്പോവും. ആരും ഓനെ ഊന്നണ്ട, ഉമ്മ വടിയെടുക്കണ്ട. വേറെ ചില കല്ല് പോലത്തെ ബാല്യക്കാരുണ്ട്. കല്ല് പോലത്തതല്ല, കല്ലന്നെ അങ്ങനെയുണ്ടല്ലോ ബാല്യക്കാർ. എന്തേ കല്ല് തരാൻ കാരണം? കല്ല് അനങ്ങൂലല്ലേ? അനങ്ങുന്ന
അതിന് ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അത്ഭുതമുണ്ടാവും, എന്തെങ്ങനെ കല്ല് പറഞ്ഞു. ഞങ്ങൾ സദസ്സിലുള്ള ബാല്യക്കാരെ കണ്ടില്ലേ, ഓരൊക്കെ അള്ളാഹുവിന്റെ ഇൽമു കേൾക്കാൻ ഈ സദസ്സിൽ വന്ന് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവേ, നീ അവർക്കും ഞങ്ങൾക്കും ആഫിയത്ത് ഏറ്റിത്തരണേ അള്ളാഹ്. അല്ലെ, ചില ബാല്യക്കാർ കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കല്ലിന് ഗട്ടിന്ന് മാത്രമല്ല, അത് ഗട്ടി ഓവറും ആകാൻ പാടില്ല. എന്ത് പന്താത്ത കോലത്തിൽ അങ്ങോട്ടും പന്തുന്നില്ല ഇങ്ങോട്ടും പന്തുന്നില്ല, രക്ഷ ബാക്കി പോ. പള്ളിന്റെ ബാങ്ക് വിളി കേട്ടപ്പോഴും പള്ളിയിലേക്ക് വരാൻ ഓനെ കിട്ടൂല. അങ്ങനെ ആകരുത്. പെണ്ണിന് മോൾക്കൊരു പുതിയാപ്പിളൻ അന്വേഷിച്ച് വന്നപ്പോ മോനെ പെണ്ണിന്റെ ഉപ്പ ചോദിച്ചു, നിനക്ക് നിസ്കാരമെല്ലാം ഉണ്ടാ? അയാൾ പൊട്ടത്തരാക്കി. കാരണം ഓനോട് ചോദിക്കാൻ പറ്റുവാ? ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ സ്വഭാവം എല്ലാം ഉണ്ടാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇല്ലാന്ന് പറയുവാരാ? ഉണ്ടെന്നേ പറയൂ. ഒന്നും കൂടി വേണേ കൂട്ടിയിട്ട് പറയൂ, ഞാൻ ഫർദ് നിസ്കാരം മാത്രമല്ല ഉസ്താദ്, തഹജ്ജുദ് ഞാൻ നിൽക്കുന്നതാണ്. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയത്രേ. ആരും നിസ്കരിക്കുന്നില്ല എന്ന് പറയില്ല. നിസ്കരിക്കാത്തവൻ പോലും നിസ്കരിക്കുന്നില്ല എന്നല്ല പറയാ, നിസ്കരിക്കുന്നു തന്നെ പറയണേ. എന്താ കാരണം? നിസ്കരിക്കാത്തവനക്ക് പോലും അറിയാം നിസ്കരിക്കാതിരിക്കൽ മോശമാണ്. നിസ്കരിക്കാത്തവനക്കും അറിയില്ലേ നിസ്കരിക്കാതിരിക്കുന്നത് അത്ര നല്ല ബുദ്ധിയൊന്നും അല്ല, മോശമാണെന്ന് അവനക്കും അറിയാം. അതുകൊണ്ടാണ് നീ നിസ്കരിച്ചില്ലേന്ന് ചോദിച്ചാല് ഒരു നിസ്കാര കള്ളോ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവന് നടത്തും. ആ നിസ്കരിക്കാത്തവൻ ഒരു 10 മണിക്ക് വന്നപ്പോ കണ്ടപ്പോ ചോദിച്ചു അവനോട്, നീ നിസ്കരിച്ചില്ല? സുബൈ നിസ്കരിച്ചാ ചോദിക്കുമ്പോ, ഓ നിസ്കരിച്ചു എന്നാ പറയാ, ഇല്ല എന്നാ പറയാ. നിസ്കരിച്ചിട്ടെങ്കിൽ തന്നെ നിസ്കരിച്ചില്ലെന്നാ പറയാ അല്ലെ? എന്താ കാരണം? ഓൻക്കറിയാം നിസ്കരിച്ചില്ലെങ്കിലും മാനമര്യാദ പോവും, ദുനിയാവിലും ബല പോവും, ആഖിറത്തിൽ പിന്നെ ഏതായാലും പോയല്ലേ, ദുനിയാവിൽ മാനമര്യാദ പോയി. പിന്നെ അത്രയും നുണ പറയാൻ പാടില്ല എന്ന് പഠിച്ചവനെ എന്താക്കും? നിസ്കരിക്കാത്ത തപ്പ് ബേരമേ ഉണ്ടു, അതിനിടയ്ക്ക് കലവ് ചൊല്ലുടെ തപ്പും കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല നിസ്കരിച്ചിട്ടില്ല തന്നെ ഗട്ടിൽ തന്നെ പറയും, നിസ്കരിച്ചിട്ടില്ല തന്നെ പറയും. അങ്ങനല്ല അല്ലേ? അതേ സമയത്ത് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. ചോദിച്ചു, ആലോചിച്ചു, എന്തേ മോനെ എനിക്ക് നിസ്കാരമല്ല ഉണ്ടാളബ്ബാന്ന് ചോദിച്ചു. ഓ മുഖം നോക്കാണ്ട് തന്നെ പറയുന്നേ. മുഖം നോക്കിയെങ്കിൽ ചിലപ്പോ മുഖത്തിൽ കാണും നിസ്കരിക്കുന്ന ബുദ്ധി ഉണ്ടായില്ലേ. കാരണം നിസ്കരിക്കുന്ന മുഖത്ത് വെളിച്ചം കാണും, നല്ല ഈമാന്റെ വെളിച്ചം ഉണ്ടാവും. നിസ്കരിക്കാത്തവന്റെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടാവും. അങ്ങനെ തന്നെ നിങ്ങൾ നോക്ക്, വെറുതെ പറയല്ല. ഒരുത്തന്റെ മുഖം നോക്കിയിട്ട് മനസ്സിലാക്കും. അതാ ഫിറാസത്തുൽ മുഅ്മിൻ എന്ന് പറയും, മുഅ്മിന്റെ അനുഭവമാണ്. മുഖം നോക്കിയിട്ട് ഓന്റെ മുഖത്തിൽ തന്നെ എന്തോ ഒരു കള്ളലക്ഷണം ഉള്ളേ. കള്ളലക്ഷണം എന്ന് പറഞ്ഞാൽ വേറെന്തോ അല്ല, ഓ ആൾ നിസ്കരിക്കാത്തവന് അതന്നെ ഇപ്പൊ കള്ളലക്ഷണോ. അല്ലെങ്കിൽ ഓന്റെ മുഖം കാണുമ്പോ തന്നെ അൽഹംദുലില്ലാ എന്തൊരു വെളിച്ചമാണ് അല്ലേ? മറ്റൊരു ബാല്യക്കാരന്റെ മുഖത്തും കാണാത്ത എന്തൊരു തെളിച്ചം. അതെന്തേ? ഓൻ നിസ്കാരത്തിന് 5 ജമാഅത്തിനും പള്ളിയിൽ വന്നിട്ട് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നവനാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ഉപ്പ ചോദിച്ചു, നിനക്ക് നിസ്കരിക്കാൻ ബുദ്ധിയെല്ലാം ഉണ്ടോ മോനെ ചോദിച്ചു. മോൻ പറഞ്ഞു ഉണ്ട്. മുഖം നോക്കുന്നില്ല, മുഖം നോക്കും മനസ്സിലായി പോകും പറഞ്ഞിട്ട് ചിരിക്കൂ. ചിലപ്പോ അല്ലെ ഉള്ളതുള്ളത് പോലെ പറയുമ്പോ ചിലപ്പോ ചിരിക്കും. അതുകൊണ്ട് ചിരിച്ചു പോകുന്നു കരുതിയിട്ട് മുഖം നോക്കണില്ല, ഉണ്ട് നിസ്കരിക്കുന്നത് ഒക്കെ മോനെ. അപ്പൊ സുബൈ എത്ര റക്അത്ത് മോനെ ചോദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, സുബൈ എത്ര റക്അത്ത്? അപ്പൊ ഈ അടുത്ത മൈക്ക് പറഞ്ഞു 5 റക്അത്ത് നടത്തി. 5 റക്അത്ത് സുബ്ഹാനല്ലാഹ്. സുബൈ 5 റക്അത്ത്. എത്ര ദിവസത്തിന്റെ സുബൈ? ഒറ്റ ദിവസത്തിന്റെ സുബൈന്റെ കണക്കാ ചോദിക്കട്ടെ. 3 ദിവസത്തിന്റെ സുബൈ ആണെങ്കിൽ പിന്നെ 6 ആവും, 5 നിറഞ്ഞിട്ടാവൂലല്ലോ അല്ലെ? അതേ സമയത്ത് ഒറ്റ ദിവസത്തിന്റെ സുബൈന്റെ റക്അത്തിന്റെ എണ്ണത്തിലും ചോദിച്ചപ്പോ 5 എന്നാ പറഞ്ഞേ. അപ്പൊ ഒന്നിങ്ങനെ കണ്ണു മറിച്ചിട്ട് 5 എന്ന് ചോദിച്ചപ്പോ എന്നാ പിന്നെ 10 എന്ന് പറഞ്ഞു. എന്നാ 10. അപ്പൊ പിന്നൊരുത്തൻ വന്നിട്ട് ചോദിച്ചു, എന്തേ അയാൾ ചൊടിച്ചിട്ട് പോയല്ലേ പെണ്ണിന്റെ ഉപ്പ? എന്ത് അയാൾ വന്നിട്ട് ചോദിച്ചു നിസ്കാരത്തിന്റെ എണ്ണ എത്രയാന്ന് ചോദിച്ചു. നിസ്കാരത്തിന്റെ എണ്ണ എത്രയാന്ന് ചോദിച്ചപ്പോ 5 എന്ന് പറഞ്ഞു. ഒക്ക സുബ്ഹാനല്ലാഹ്. അപ്പൊ നിനക്കറിയില്ലടാ ചങ്ങായി, നിസ്കാരത്തിന്റെ റക്അത്തിന്റെ സുബഹിയുടെ എണ്ണം 2 റക്അത്ത്. അപ്പൊ ഇവൻ പറയാ, അത് സുബഹിയുടെ എണ്ണം 2 റക്അത്ത്. 2 എന്നല്ല 5 എന്നും 10 എന്നും പറഞ്ഞിട്ട് അയാൾ കേട്ടിട്ടില്ല. പിന്നെ ഒക്കെ 2 പറഞ്ഞാൽ അയാൾ കേൾക്കുന്ന ഒക്കുമായ വിഷയമാ. 5ഉം 10ഉം പറഞ്ഞിട്ട് കേൾക്കാത്ത ആ മനുഷ്യൻ ഒക്കെ പിന്നെ 2 പറഞ്ഞിട്ട് കേൾക്കണത് അല്ലേ? ഇത് പഴയ ആളുകളൊക്കെ തമാശ പറഞ്ഞിരുന്ന വാക്കാണെങ്കിലും പണ്ടത്തെ ആളുകള് പഴമക്കാര് പണ്ടത്തെ ആളുകളുടെ അടുത്തൊക്കെ കുറെ തമാശകൾ ഉണ്ടായിരുന്നു. ആ തമാശകളൊക്കെ പഴമക്കാര് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു കാര്യമുണ്ട്. എന്തേ? മക്കൾക്ക് നിസ്കാരത്തിന്റെ എണ്ണം അറിയില്ല, റക്അത്തിന്റെ എണ്ണം അറിയില്ല. അങ്ങനെ ആകരുത്. ആ കുട്ടികളെ നല്ല ഇബാദത്തിൽ വളർത്തണം, ഇബാദത്തിനോട് നല്ല താല്പര്യമുള്ളവരാക്കണം. ഇതുപോലെ തന്നെ ഇൽമിനോട് നല്ല താല്പര്യമുള്ളവരാക്കണോ, ഇൽമ പഠിക്കുന്നതിനോട് നല്ല താല്പര്യമുള്ളവരാക്കണോ, നന്നായി ഇൽമ പഠിപ്പിക്കണോ.
ഉമ്മമാരെ, കുട്ടികൾ 10ാം ക്ലാസ്